ഒരുവിധ ആൾക്കാരെ മണ്ടിപ്പാച്ചിലും ഒച്ചയും വിളിയും ബഹളും ചോറും കൂട്ടാനും എല്ലാതും കൂടി കഴിഞ്ഞിട്ടുണ്ടാവൂലേ. അപ്പൊ എല്ലാവരും അന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അപ്ലോഡ് ആക്കി വന്നപ്പോൾ ഞാൻ ഇതാക്കണ ബാക്കിൽ ഇങ്ങനെ തെളിച്ച് വരുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ പറയുകയാണെങ്കിൽ ഉത്രാടത്തിന്റെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളോ വലിയ വലിയ വിശേഷങ്ങളോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത്രയും കൊല്ലം ഓണാഘോഷിച്ച് ഇതാക്കണ ആദ്യമായിട്ടേക്കാരം ഈ ഉത്രാടപ്പാച്ചിൽ ഇമ്മാതിരി ആകണ കേട്ടോ. ആ ബൈക്കാണ് ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഏതായാലും വെൽക്കം ബാക്ക് ടു മൈ ഡിയർ ഫാമിലി. അങ്ങനെ അത് രാവിലത്തെ വിശേഷങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. എന്നും നമ്മൾ കാണിക്കണല്ലോ, ചായ കടി ചോറ് പത്രം കൈകൾ കുളി തിരുമ്പൽ ഇതൊക്കെ നമ്മൾ കാണിക്കണാണല്ലോ. അപ്പൊ അതൊന്നും ഇങ്ങനെ ഒഴിവാക്കിയിട്ട് ഇതാക്കണം ഇതൊക്കെയാണ് വന്നേക്കാട്ടോ. തുണി കുപ്പായം മാറ്റി ഒരുങ്ങിയിട്ടാണ് ഈ ഒരു വെട്ടലും കുറിക്കലും എന്ന് വിചാരിക്കേണ്ട, പോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നലെ തുടങ്ങിയിരിക്കണല്ലോ, ഇങ്ങനെ മണ്ടിപ്പാഞ്ഞിൽ തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ അതിൻ്റെ ബാക്കി മണ്ടാനായിട്ടാണ് പോണത്. അപ്പം പൊതുവേ എല്ലാവരും അങ്ങനെ തന്നെയാണ് നിങ്ങൾ വിചാരിക്കണ്ടല്ലോ. ഉത്രാടല്ലേ എല്ലാവരും ഇങ്ങനെ മണ്ടിപ്പാച്ചിൽ തന്നെയാണ്. ഞാൻ അങ്ങനെ കൊടുത്ത് പറയാൻ മാത്രം ഒന്നുമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവൂലേ. അപ്പം നിങ്ങൾ വണ്ടിയമാർക്കല്ലല്ലോ കേട്ടോ ഞാൻ വണ്ടിയത്, ഞാൻ വേറെ വയ്ക്കാൻ വണ്ടിയത് പറഞ്ഞില്ലേ. അപ്പം അതിക്ക് മണ്ടാനാണ് ഇപ്പോൾ ഈ ഒരുങ്ങി കെട്ടി നിൽക്കുന്നത്. അതിലാണ് ഓർത്തത് ഇന്നിപ്പോൾ വൈകുന്നേരം കൊടുക്കാമല്ലോ മാക്സി ഉണ്ടല്ലോ, അതൊന്ന് വെട്ടി വെക്കട്ടെ, വന്നിട്ട് സമയം ഉണ്ടെങ്കിൽ അടിക്കാലോ എന്നുള്ളത്. അപ്പം രാവിലെ രാത്രിയൊക്കെ കൊണ്ടുവന്ന് തരുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് നേരെ കിട്ടൂലല്ലോ, നമുക്ക് എല്ലാതും ഉണ്ടാക്കും വേണം. പിന്നെ ഇതാക്കണ എല്ലായിടത്തും മണ്ടാനും നമ്മളൊക്കെ തന്നെയല്ലേ ഉള്ളൂ. അപ്പം ഇതാക്കണ വേഗം ഒന്ന് വെട്ടി വെച്ചാൽ ഒരു സമാധാനം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് വേഗം പോണേനെ മുന്നേ വെട്ടി വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു മാക്സിയാണ്, ഒരു 3-4 മാക്സി ഉണ്ട്. അതിലിപ്പോൾ ഒരു വിധം തീരാത്തത് ഇതാക്കണ ഈ ഒരു മാക്സി തന്നെ ഉള്ളൂ കേട്ടോ. മാക്സി അടിക്കാൻ വലിയ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതാ പെട്ടെന്ന് ഉണ്ടാവും. ഒരു 10 മിനിറ്റ് കൊണ്ടൊന്ന് ഈ ഒരു മാക്സി വെട്ടി വെച്ചാൽ വേഗം അടിച്ച് തീർക്കാലോ എന്ന് വെച്ചിട്ടാണ്. നമുക്ക് പിന്നെ എന്തിനുമില്ല അസിസ്റ്റൻ്റ് ഒന്നും, അപ്പോൾ നമ്മൾ തന്നെ വേണമല്ലോ. അങ്ങനെ മാക്സിയൊക്കെ ഇങ്ങോട്ട് വെക്റ്റേ കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു ചായ കൂടി കഴിഞ്ഞു. മക്കളൊക്കെ അതാ നീച്ച് അങ്ങനെ വരുന്നുണ്ട്. അപ്പം മൂപ്പര് കുളിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുളിച്ച് വരുമ്പോൾ ഒരുങ്ങിക്കോന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ കുളിച്ച് ഒരുങ്ങിയിട്ടാണ് പിന്നെ ഈ ഒരു മാക്സി പരിപാടി ഇരിക്കുന്നത്. പിന്നെ നമ്മളെ കണ്ടു നിൽക്കണവരാണെങ്കിൽ പുതിയത് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനലായ മൈ ഡിയർ ഫാമിലി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ നിൽക്കിയിട്ടോളെന്ന ഓപ്ഷനും കൂടി കൊടുത്താൽ റാഹത്തായി. പിന്നെ ലൈക്കുമൊന്നും തോണ്ടാൻ മറക്കല്ലേ. പിന്നെ ഒന്ന് ഷെയർ ചെയ്യുന്ന കമൻറ്റും കൂടി ഇട്ടാൽ സമാധാനമായിട്ടോ. പിന്നെ യൂട്യൂബിൻ്റെ കാര്യത്തിൽ ആ ഒരു സമാധാനം ഉണ്ട്. പിന്നെ നമുക്ക് സമാധാനക്കേട് എന്ന് പറയുന്നത് നമ്മൾ ഒരുങ്ങി കെട്ടിയത് എന്തിനാന്ന് ചോദിച്ചാൽ ഇത് ഇങ്ങോട്ട് വന്നു തരാനാട്ടോ. കൊരമ്പിയിൽ ആശുപത്രിയിലേക്ക് മണ്ടി കൂടി അങ്ങോട്ട് വന്നതാണ്. ഇതാണ് ഈ വലിയൊരു പ്രൈവറ്റ് ആശുപത്രി കേട്ടോ, വലിയ ഉഷാറം പ്രൈവറ്റ് ആശുപത്രിയാണ്. അപ്പോൾ ഇവിടേക്കാണ് മണ്ടി കൂടി അങ്ങോട്ട് ചേക്കേറി വന്നത്. അപ്പോൾ വേഗം കാട്ടേണ്ട ഒരു കേസായതുകൊണ്ട് തന്നെ വണ്ടി വന്നിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ തലേന്ന് ഒരു പോസ്റ്റ് ഇട്ടുന്നിട്ട് ആശുപത്രിയിലാണ് എന്നുള്ളത്, ഉത്രാടപ്പാച്ചിലെ ആശുപത്രിക്കാണ് ഒന്ന് പോസ്റ്റ് ഇട്ടുന്നിട്ടോ. അപ്പോൾ എത്ര ആൾ കണ്ടു എന്നറിയില്ല. ഏതായാലും അതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ ഈ ബാക്കി പത്രമാണിത്. അപ്പം എന്താ സംഭവം ചോദിച്ചാൽ അതാക്കണ ഉത്രാടത്തിൻ്റെ തലേന്നുണ്ടല്ലോ, മൂപ്പരിപ്പാണിയൊക്കെ കയറി വന്നപ്പം നെഞ്ചിൻ്റെ അവിടെ ഒരു ചെറിയൊരു വേദന എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഇമാതിരി ഒരു വൃത്തികെട്ട സൂക്കേട് ഇതാക്കണം എൻ്റെ ജീവിതത്തിൽ ഇനി വരല്ലേന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. കാരണം പറയുകയാണെങ്കിൽ നമ്മളെ അച്ഛൻ ഇതാക്കണം അറ്റാക്കിൻ്റെ വേദനയായിട്ട് പോയതാണ്. അതുകൊണ്ട് തന്നെ അന്ന് മുതൽ പേടിയാണ് ഈ നെഞ്ച് വേദന, നെഞ്ചിൻ്റെ അവിടെ എവിടെയൊക്കെ കുളത്തിൽ വേദന എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര വേജാറാണ് കേട്ടോ. അപ്പോൾ മൂപ്പര് പണിയൊക്കെ കഴിഞ്ഞ് വന്നേരം പിന്നെ ഇത് പറഞ്ഞപ്പോൾ ഭയങ്കര വേജാറായിട്ട് ഇനിയിപ്പോൾ എന്താ കാട്ടുക എന്നുള്ളത്. അങ്ങനെ അന്ന് വൈകുന്നേരം ഇതാക്കണ് ഞാൻ വേഗം നമ്മൾ മമ്പാട് ഒരു ആശുപത്രിയിൽ പോയി. അപ്പോൾ അതാക്കണ് ECG ഒക്കെ എടുത്തു. അതിൽ പിന്നെ ചെറിയൊരു വേരിയേഷൻ ഉണ്ട് പറഞ്ഞപ്പോൾ പിന്നെയും കഴിഞ്ഞില്ല. നെഞ്ചിൽ തലയിൽ ഇതാക്കണ ഇരുത്തി വീണ ഒരു മട്ടില്ലായിരുന്നു, ഒരു സുഖമില്ലായിരുന്നു കേട്ടോ അത് പറഞ്ഞപ്പം. അപ്പോൾ ചെറിയൊരു വേരിയേഷൻ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞതായിരുന്നു. എന്നാലും നമുക്ക് ആ നെഞ്ചിൻ്റെ അവിടെ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ബേജാറല്ലേ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ആ ഒരു ലിസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ വേറൊരു കാർഡിയോളജിസ്റ്റിനെ നിങ്ങൾ വേഗം ഒന്ന് കാട്ടണം എന്നൊക്കെ പറഞ്ഞപ്പം കഴിഞ്ഞില്ലേ, കഥ കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് നമ്മളത്. അപ്പോൾ പിന്നെ പിറ്റേന്നാകാലൊരു കാത്തിരിപ്പായിരുന്നു കേട്ടോ. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ തന്നെ അങ്ങനെ ഒരുങ്ങി പോരുകയാണ് ഇപ്പോൾ ചെയ്തത്. അതങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അങ്ങനെ രാവിലെ നമ്മൾ കുറേ ആശുപത്രിയിൽ പോയി. അപ്പോൾ അവിടെ ഒന്നും ഇതാകുന്ന കാർഡിയോളജിസ്റ്റ് ഇല്ല. അപ്പോൾ ഇവിടെ കൊരമ്പയിൽ വന്നപ്പോൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ മഞ്ചേരി. അങ്ങനെ അവിടെ വന്ന് ചീട്ടും കാര്യങ്ങളൊക്കെ എടുത്തു. ഇവിടെ അങ്ങനെ ഡോക്ടറെ കാട്ടാനായിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അതിൽ പിന്നെ ഡോക്ടറെ കാട്ടിയിട്ട് അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെ ഊഴം എത്തിയപ്പോൾ നമ്മൾ ചെന്ന് ഡോക്ടറെ കാട്ടി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടെ നിന്ന് ഒരു ECG എടുക്കണം, ഒരു എക്സ്റേ എടുക്കണം, പിന്നെ ഒരു ടെസ്റ്റ് ഉണ്ട്, ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, അതും കൂടി എടുത്താലേ നമുക്ക് ഇതെന്താണെന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതിൽ പിന്നെ അങ്ങോട്ടോടി നമ്മളതൊക്കെ എടുത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ ബ്ലഡ് ടെസ്റ്റിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, അറ്റാക്കിൻ്റെ അല്ല ബ്ലോക്കിൻ്റെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ എക്സ്റേ എടുത്തപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല.
പിന്നെ നമ്മൾ ECG എടുത്തപ്പോഴും അതിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ അത് രണ്ടും അല്ല എന്ന് പറഞ്ഞിട്ട് അറ്റാക്കിൻ്റെയും അതേമാതിരി ബ്ലോക്കും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല എന്ന് പറഞ്ഞു. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ മിടിപ്പിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. അത് അടുത്ത ദിവസം വരുമ്പം വേറെ ടെസ്റ്റ് എക്കോ ടെസ്റ്റ് എന്തോ ടെസ്റ്റ് എടുത്തിട്ട് കാട്ടണം എന്നാണ് പറഞ്ഞിട്ട്. ഇപ്പോഴല്ല, ഏതായാലും നിങ്ങൾ എടുക്കണം എന്നാണ് പറഞ്ഞിട്ട്, വൈകിക്കരുത് എടുക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഒരു സമാധാനത്തോടു കൂടി പിന്നെ അവിടുന്ന് പോന്നു കേട്ടോ. അപ്പോൾ ഗുളിക മരുന്നും തന്നതൊന്നുമില്ല, അപ്പം വലിയ പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ വേറെ ഇങ്ങോട്ട് തിരിച്ച് പോന്നു ഞങ്ങൾ. പിന്നെ അവിടെ പ്രൈവറ്റ് ആശുപത്രിയല്ലേ, നല്ല വലിയ ഉണ്ടാകുമല്ലോ. അപ്പോൾ അവിടെ ഒരു ലോഡ് പൈസയൊക്കെ കൊടുത്ത് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. പൈസ കൊടുത്തതിന് വിഷയമല്ല കേട്ടോ, ഇതൊക്കെ പാടെ അറിഞ്ഞല്ലോ, അല്ലെങ്കിൽ നമുക്ക് ഒരു ഓണം കഴിക്കാനൊരു ഉഷാറുണ്ടാവില്ലേന്ന്. ഇതിപ്പോൾ എന്താവും എങ്ങനെയാവും ഒരു ഉഷാറുണ്ടാവില്ലല്ലോ. അപ്പോൾ പൈസ കൊടുത്തതിന് വലിയ സങ്കടമൊന്നുമില്ല. എന്നാലും ഒരു ഇതുണ്ടായിരുന്നു. ഓണമൊക്കെ അല്ലേ, ഓണത്തിൽ നമ്മളിങ്ങനെ നുള്ളി പെറുക്കി ഇങ്ങനെ എടുത്ത് വെച്ചതായിരുന്നു. അത് ഒന്നായിട്ട് ഇങ്ങനെ ആശുപത്രിയിൽ കൊണ്ട് തട്ടുമ്പോൾ ആർക്കും ഉണ്ടാവില്ല ഇടങ്ങേറ്. അപ്പോൾ മൂപ്പർക്ക് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഇപ്പം നമുക്ക് പോയ കാര്യം ഇതാക്കണം ഉസാറായി നടന്നല്ലോ എന്ന്. അപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല നിന്നല്ലോ എന്നുള്ള സമാധാനം ഉണ്ടേന്ന് കേട്ടോ. പിന്നെ നാളെ എന്തായാലും ഉഷാറായിട്ട് ഓണം കഴിക്കാമല്ലോ എന്നുള്ളൊരു സംഗതിയിലാണ് തിരിച്ചു പോകുന്നത്. പിന്നെ പോരിന് വല്ലതും മക്കൾക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ല കേട്ടോ. എല്ലാവരും ഓണക്കോടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവില്ല ഉഷാറായിട്ട്. അപ്പോൾ നമ്മളെന്താക്കണം ഒരു ഡ്രസ്സ് കൊടുത്തിട്ടില്ല. ഞാൻ മാക്സിക്കെങ്കിലും എടുക്കലുണ്ട്, അപ്പോൾ അതും എടുത്തിട്ടില്ല. പിന്നെ ഇതാക്കണം ഞാൻ മക്കൾക്ക് ഒരു കൂട്ടൻ ഡ്രസ്സ് വാങ്ങിയിട്ട്, ഒരു ഷർട്ട് പീസ് പോലെ ഒരു പീസ് വാങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു ഏതോ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അമ്മ ഒരു സെറ്റ് സാരി വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അടിച്ചോന്ന് പറഞ്ഞിട്ട്. അപ്പം അതുകൊണ്ട് പാവാടിയും ഞാൻ വാങ്ങിയ ഒരു തുണി കൊണ്ട് കുപ്പായ അടിക്കാന്നുള്ള ഇതിൽ ഇങ്ങനെ നിന്നേന്നു കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ചെന്നിട്ട് അടിക്കണോ വേണ്ടത് മക്കളോട് ചോദിച്ചിട്ട് വേണം. അങ്ങനെ ഏതായാലും മഞ്ചേരി പോയതല്ലേ, നാളെ തിരുവോണമല്ലേ, അപ്പം നമുക്ക് സാമ്പാറും ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പം ഞാൻ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങി. ഈ പ്രാവശ്യം ഇതാക്കണ നമ്മൾ ഓണത്തിന് തറവാട്ടിക്ക് പോകണില്ല കേട്ടോ, നമ്മൾ സ്വന്തമായിട്ട് ഇവിടെ കഴിക്കാമെന്നാണ് വിചാരിച്ച്. നമ്മൾ വിഷുവിന് ഇപ്പോൾ അവിടെ പോയി കഴിച്ചാലേ, ഇനിയിപ്പോൾ ഓണം ഇവിടെ കഴിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് സാധനം കാര്യങ്ങളൊക്കെ വേണം. ആരെയൊക്കെ നമ്മളെല്ലാവരും വിളിക്കണമല്ലോ, അയൽവക്കത്തവരെയും എല്ലാവരും വിളിക്കണമെങ്കിൽ നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ. അങ്ങനെ ഇതാക്കണം. ആ ഒരു മഞ്ചേരി തന്നെ പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് പിന്നെ പോന്നു കേട്ടോ. ഇവിടെ വന്നേരം പിന്നെ ഞങ്ങൾ ചോറൊക്കെ തിന്ന് ഒരു സമാധാനമായി. പിന്നെ വൈകുന്നേരമാണ് ഇപ്പോൾ ഈ ഒരു പോക്ക് ഉണ്ടായത് കേട്ടോ. ഇനിയിപ്പോൾ മമ്പാട്ടിക്ക് അടുത്ത സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോകുകയാണ്. ഇങ്ങനെ കുറച്ച് പച്ചക്കറികളല്ലാത്തത് വാങ്ങണമല്ലോ, കുറേ സാധനം ഉണ്ടാക്കണമെങ്കിൽ കുറേ സാധനം വേണമല്ലേ. അപ്പം നമ്മൾ മിതമായ നിരക്കിൽ ഇങ്ങനെ വാങ്ങി പോരുകയാണ് കേട്ടോ. പച്ചക്കറിയും കുറച്ച് വാങ്ങിയിട്ടുള്ളൂ. പിന്നെ ബാക്കിയില്ല ഒരു വൻപയർ ചെറുപയർ മമ്പയറെന്നും പറഞ്ഞവർക്ക് പരിപ്പ് വർഗ്ഗങ്ങൾ വാങ്ങാണ്ടല്ലോ, പൊടി വർഗ്ഗങ്ങളൊക്കെ വാങ്ങാണ്ടല്ലോ. അപ്പം അത് വാങ്ങാനായിട്ട് ഇങ്ങനെ പോകുക കേട്ടോ. അപ്പം മൂപ്പർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു സമാധാനം. ആ ഒരു മിടിപ്പിന് ചെറിയൊരു പ്രശ്നമുള്ളൂ. അതിപ്പോൾ നമുക്ക് ഇനി ഒരു ഒത്തിരി പൈസ നല്ല പൈസയാണ്, അതിൻ്റെ ടെസ്റ്റ് എടുക്കുന്നത് നല്ല പൈസയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് പൈസ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അന്ന് പോയി ചെയ്താൽ മതി എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതൊരു സമാധാനമാക്കി ഇങ്ങനെ നിന്നു. അങ്ങനെ ഇതാക്കണ നമ്മൾ പിന്നെയും തട്ടിപ്പൂട്ടിയാണ് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു കുരിക്കൽ സ്റ്റോർ ഉണ്ട്, ആ സ്റ്റോർക്ക് വന്നതാണ് കേട്ടോ. സൂപ്പർ മാർക്കറ്റ് അവിടെ ആകുമ്പോൾ പിന്നെ അങ്ങനെ തിരഞ്ഞു നോക്കി എടുക്കാമല്ലോ. 250 500 1 കിലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിക്കണല്ലോ. അപ്പോൾ നമ്മളെ ഏറ്റവും കുറവില്ലാതാണ് എടുക്കുന്നത്. അത്രേ ഉണ്ടാക്കണുള്ളൂ, കുറച്ചേ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ ഈ കറികളൊക്കെ ഇങ്ങനെ കുറേ ഉണ്ടാക്കി വെച്ചാൽ അത് കേടും വരുമല്ലോ. അത് ചോദിച്ചാൽ ഞാൻ കുറച്ച് വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. എല്ലാതും കുറച്ചാണ് വാങ്ങിയത്. പരിപ്പാണെങ്കിലും ഗ്രീൻ പീസും മമ്പയറും അങ്ങനെ എല്ലാതും കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ. കൂടുതലായി വെച്ചിട്ട് എന്തിനാണ് കൂടുതൽ കളയാൻ നിൽക്കുന്നത്, ഒക്കെ പാടെ കൊണ്ട് കാടിക്ക് തട്ടേണ്ടി വരും പിറ്റേന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ. എല്ലാ കാര്യങ്ങളും കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ, കുറച്ചേ ഉണ്ടാക്കുള്ളൂ എന്നുള്ളൊരു തീരുമാനത്തിലാണ് കേട്ടോ. കുറേ സാധനങ്ങൾ ഉണ്ടാക്കണം, പക്ഷെ അതില്ലത് കുറച്ചേ ഉണ്ടാക്കുള്ളൂ എന്നുള്ള ഇതിലേന്ന് ഞാൻ. പിന്നെ അവിടെ ചെന്നപ്പോൾ ഞാൻ കുറേയൊക്കെ ഒന്ന് വീഡിയോ എടുത്തു കേട്ടോ. നമുക്ക് എല്ലാവരും ഉണ്ട് ഇങ്ങനെ ഉത്രാടപ്പാച്ചിൽ പറഞ്ഞിട്ട് കുറേ ഷോപ്പിങ്ങും കാര്യങ്ങളും തുണിയും കുപ്പായം എടുക്കണതും പിന്നെ പച്ചക്കറി വാങ്ങാൻ പോണതൊക്കെ എല്ലാവരും യൂട്യൂബിൻ്റെ ഒരു ചാനലിൽ എല്ലാവരും ഇട്ട് കാണുമല്ലോ. പിന്നെ നമ്മൾ മാത്രമായിട്ട് ഒന്നും ഇടാതൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ കണ്ടൊക്കെ ഒന്ന് വീഡിയോ എടുത്തു. പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങണം. എല്ലാവരും ഇതാ ചാക്ക് കണക്കിനൊക്കെ സാധനം വാങ്ങണം. ഭയങ്കര തിരക്കാട്ടോ, നല്ല തിരക്കായിരുന്നു. ഇവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു. പിന്നെ അങ്ങോട്ട് എടുക്കണം ഇങ്ങോട്ട് എടുക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുവിധ സാധനങ്ങളൊക്കെ ഞാൻ മാണ്ടിയതൊക്കെ കുറച്ച് വാങ്ങി. പിന്നെ നെയ്യ് ഇതാക്കണം, ചെറിയൊരു പാക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇത്തിരി പായസമല്ലേ ഉണ്ടാക്കണുള്ളൂ, അപ്പോൾ ചെറിയൊരു നെയ്യ് പാക്ക് വാങ്ങി. അങ്ങനെ ഇതാക്കണ പായസത്തിൻ്റെ ഇത് വാങ്ങി, വെളിച്ചെണ്ണ വാണേന്നു, ഓയിൽ വാണേന്നു, അങ്ങനെ ഒരുവിധ സാധനങ്ങൾ ഏതായാലും അവിടുന്ന് അടിച്ച് തുടച്ച് പോന്നു എന്ന് പറഞ്ഞില്ലേ. പിന്നെ നമ്മൾ വില നോക്കി എടുക്കുമ്പോൾ നമുക്കൊരു ലാഭമാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് ഇങ്ങനെ വില നോക്കി എടുക്കുമ്പോൾ ഒരു ലാഭമാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ അങ്ങനെയാണ്, എപ്പോഴും നമ്മൾ വില നോക്കിയിട്ട് എടുക്കുക അല്ലേ. അല്ലെങ്കിൽ ഇവരൊക്കെ പറഞ്ഞേക്കുകയാണെങ്കിൽ നമ്മൾ മൂപ്പരൊക്കെ പറഞ്ഞേക്കുകയാണെങ്കിൽ ഒറ്റ എടുത്തിട്ടാണ് പോരലാണ്. വിലയും നോക്കൂല, അതിൻ്റെ എന്താണെന്നൊന്നും നോക്കൂല കേട്ടോ. അങ്ങനെ എടുത്ത് പോരലാണ് ഉണ്ടാകുക. അപ്പോൾ അത് ഇപ്പം ഞാൻ ഇതാക്കണം ഒപ്പത്തിനൊപ്പം അങ്ങ് പോകുന്നതാണ്. ഞാൻ പിന്നെ ബില്ല് എഴുതിയാണ് പോകുന്നത്, ലിസ്റ്റൊക്കെ ഇട്ടാണ് പോകുന്നത്. അണ്ടിപ്പരിപ്പ് മുന്തിരി അച്ചാറ് പപ്പടം എന്നൊക്കെ പറഞ്ഞൊക്കെ ലിസ്റ്റ് എഴുതിയാണ് പോകുന്നത്.
മൂപ്പര് ഒറ്റയ്ക്ക് പറഞ്ഞേക്കാണ് ഇതിന് പകുതി മുക്കാൽ സാധനം ഉണ്ടാകൂല, ചിലപ്പോൾ അത് കൂടുതലേക്കാരം അല്ലെങ്കിൽ കുറവേക്കാരം. അപ്പം നമ്മൾ തന്നെയാണ് പോകുന്ന സമാധാനം ഉണ്ടല്ലോ. അപ്പം ലിസ്റ്റിലുള്ള ഒരുവിധ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടോ, വെളിച്ചെണ്ണ അടക്കം എല്ലാതും വാങ്ങി. ശർക്കര വാങ്ങാണ്ടായിരുന്നു, പിന്നെ ഇവിടെ വെള്ള ശർക്കര ആയിരുന്നു കേട്ടോ, അതിൻ്റെ ഒരു ഇടങ്ങേറുണ്ടായിരുന്നു. അപ്പോൾ ഒരു കറുത്ത ശർക്കര, ഒരു ബ്രൗൺ ശർക്കരയൊക്കെ ആകുമ്പോൾ പായസം നല്ല ടേസ്റ്റ് ആയിക്കാരം, പായസം പുളിഞ്ചിയൊക്കെ നല്ല ടേസ്റ്റ് ഇല്ലേ കാരം. പക്ഷെ ഇവിടെ ഇല്ല കേട്ടോ, ഇനിയിപ്പോൾ പുറത്തുനിന്ന് പോയി വാങ്ങുക എന്ന് പറഞ്ഞാൽ അതൊരു മെനക്കെട്ട പരിപാടിയാണ്. അപ്പോൾ ഇല്ലതെടുത്ത് ഞാൻ പോന്നു. പിന്നെ പോരുന്ന വയ്ക്കലാണ് ഇതാക്കണ്, ആ ഒരു കടയിൽ തന്നെ ഒരു പാത്രം വെക്കേണ്ടിയിരുന്നു കേട്ടോ. അപ്പം പാത്രത്തിൻ്റെ ഏരിയയിലും കയറി. അപ്പം നമ്മളൊക്കെ ഈ ഒരു പാത്രക്കടയിലാണ് കയറുകയാണെങ്കിലുണ്ടല്ലോ എല്ലാ സാധനങ്ങളും എടുക്കാൻ തോന്നൂല്ലേ. അപ്പോൾ ഞാനിവിടെ നിന്ന് ഇതാക്കണ ഒരു 3-5 സ്പൂണ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാ കറിക്കും സ്പൂൺ ഇടാനായിട്ടില്ല അവിടെ. അപ്പോൾ അവിടുന്ന് ഒരു 5 സ്പൂണാണ് നമ്മൾ ഓണത്തിന് വാങ്ങിയത്. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഇങ്ങനെ ചാക്കിലൊക്കെ കെട്ടിയിട്ട് ഞങ്ങൾ വേഗം പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇനി ഇവിടെ നിന്നിട്ട് ശരിയാവില്ല. അതിലാണ് പിന്നെ ബസ്സിൻ്റെ തേരോട്ടം കണ്ടത്. ഇവിടെ 2 ബസ് ഒപ്പൊക്കെ നിർത്തിയിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു ആംബുലൻസിന് പോകാതെ വഴിയില്ല. അങ്ങനെ കണ്ടപ്പോൾ അതും കൂടി അങ്ങോട്ട് വീഡിയോ എടുത്തു. ഈ ഒരു വണ്ടിപ്പാച്ചിൽ നമുക്ക് മാത്രമല്ല, ഈ ബസ്സുകാർക്ക് വല്ലാത്തൊരു വണ്ടിപ്പാച്ചിലാണ് കേട്ടോ. ആളെ കിട്ടാനുള്ള ഓട്ടമാണ്. എങ്ങനെ ആളെ കിട്ടാമല്ലോ ഓട്ടമാണെങ്കിലും ഇതാക്കണം, ആളെ ജീവൻ എടുത്തിട്ട് ഓടാന്നാൽ മതിയെന്ന് അത്ര പ്രാർത്ഥനയിലും. കാരണം അങ്ങനെയൊന്നും നിന്നിട്ടോ, ഒരു ആംബുലൻസ് മുന്നിലും 2 ബസ് ഇതാക്കണതിൻ്റെ ഈ സൈഡിൽ നിന്നപ്പോൾ ഭയങ്കര ബേജാറായിട്ട് എന്താപ്പാ കാട്ടുക എന്നുള്ളത്. പക്ഷെ അവിടുന്ന് ആൾക്കാരൊക്കെ വേഗം ബസ്സിനെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ട് ആംബുലൻസിന് വിട്ടപ്പോൾ ഒരു സമാധാനം. കാരണം അതൊരു ജീവനാണല്ലോ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മത്സര ഓട്ടം ആടി നടത്തിയിട്ട് കാര്യമല്ല. അപ്പം അതിൻ്റെക്കാട്ടും മുന്നേ മറ്റോലെ വിടണമല്ലോ ചോദിച്ചിട്ട് എല്ലാവരും ശരിയാക്കി കൊടുത്ത്. അത് കണ്ടപ്പം തന്നെ ഒരു സമാധാനം കേട്ടോ. അതിൻ്റെ ജീവൻ വേഗമാണ് കഴിച്ചിലായി കിട്ടി, അത് തന്നെ ഒരു ഏറ്റവും വലിയ ഭാഗ്യം. അങ്ങനെ ഇതാക്കണേ, നമ്മൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വേഗം വീട്ടിലെത്തിയിട്ട് ഇവിടെ വന്നേരം പിന്നെ ചോറ് കറി കാര്യങ്ങളൊക്കെ വെക്കണം. പിന്നെ ഇതാക്കണ് നമുക്ക് നാളെ തിരുവോണത്തിനില്ല കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കണം, പച്ചക്കറി എടുത്ത് വെക്കണം, അരിഞ്ഞ് വെക്കണം, വച്ച് വെക്കണം. അങ്ങനെ ഒരുപാട് പണികൾ പിന്നെയുണ്ട് കേട്ടോ, എമ്പാടും പണികളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടിയാലാണ് ഇത് കഴിയുള്ളൂ കേട്ടോ, വേഗം കഴിയുള്ളൂ. പിന്നെ ഇതാക്കണ കണ്ണനും വന്നിട്ടുണ്ടായിരുന്നു. ഓനാണ് പനിച്ചാണ് വന്നത് കേട്ടോ, അവിടുന്ന് പനിച്ചാണ് വന്നത്, മേലുവേദന പനി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓനും വന്നത്. അപ്പോൾ ഓനവിടെ കിടക്കുന്നുണ്ട്, ഓനെ ഒന്ന് ആശുപത്രിയിലും കൊണ്ടുപോകണം. ഇന്ന് പിന്നെ രാവിലെ മുതലേ ഇതാക്കണ് ഓട്ടപ്പാച്ചിൽ തന്നെയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഉത്രാടപ്പാച്ചിൽ ഇങ്ങനെ ആവുമെന്ന് ഞാൻ ഓർത്തിട്ട് തന്നെ അല്ലേന്നു. രാവിലെ ഒരു 10-11 ആകുമ്പോൾ നമ്മൾ അവിടെ മഞ്ചേരി കൊരമ്പേൽ ആശുപത്രിയിൽ എത്തിയിട്ട് തിരിച്ചു പോരുന്ന ഒരു 3-3:30-4 മണി ആവും ഒരു നേരത്തെ കേട്ടോ. ടെസ്റ്റ് അങ്ങോട്ട് ടെസ്റ്റ് ഇങ്ങോട്ട് ടെസ്റ്റ്, ബില്ല് അങ്ങോട്ട് അടക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഓടി ആ ഒരു നേരമായി. അപ്പോൾ പറഞ്ഞാൽ മതിയില്ല. കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധനം വാങ്ങാൻ പോയി. പിന്നെ ഇതാക്കണ വീട്ടിലെത്തിയപ്പോൾ പിന്നെ പനിയും കൊണ്ടാൽ മറ്റോ വന്ന് അതിൽ പിന്നെ ഓനും പിടിച്ചലിച്ച് കൊണ്ടുപോയി. കാരണം പിറ്റേന്ന് ആ ഒരു ഓണത്തിൻ്റെ ആ ഒരു ചൂടുമ്പുകയിൽ ഇതാക്കണ ആശുപത്രിയിൽ പോകൽ നടക്കൂലല്ലോ. അപ്പം അങ്ങനെ രാത്രി തന്നെ അവൻ ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടറെ കാട്ടി പനിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓല അവിടെ ഇതാക്കണ എല്ലാവർക്കും പനിയാണ്, റൂമത്ത് പോലെ എല്ലാവർക്കും പനിയാണെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഇടയിൽ ഇതാ കുഞ്ഞാറ്റതാ എന്തൊക്കെയോ നുള്ളിപ്പൊറുക്കി നടക്കിയോണ്ട് നിൽക്കട്ട്. നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നോക്കിയാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഓളൊന്നും അങ്ങോട്ടും കൊണ്ടാക്കായിട്ട് സാധനം കൊടുത്തിട്ടില്ല. ഒരു തുണിയല്ലേ നമ്മൾ എടുത്തു പോകുന്ന അടിക്കണേ ചോദിച്ചപ്പോൾ ഇനിയിപ്പോൾ ബേജാറായി അടിക്കണ്ടെന്നും പറഞ്ഞ്. അപ്പം ഇനിയിപ്പോൾ നാളെ എന്താ ഇടാന്ന് ആലോചിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് ഓലെല്ലാവരും. ഏട്ടത്തി അതിൻ്റെ അപ്പുറത്ത് എവിടെയോ ഉണ്ട്, അപ്പുറത്ത് വർത്താനം പറയാൻ പോയതോ. ഏതായാലും സ്കൂൾ പൂട്ടിയല്ലോ, ഇനിയിപ്പോൾ സ്കൂളിൻ്റെ വർത്താനം പറയാനും പറ്റൂല, പോയി പഠിച്ചോന്നൊന്നും പറയാൻ പറ്റൂല. ഓൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പഠിച്ചോട്ടെ എന്നുള്ള ഇതിലാണ് ഇന്നിപ്പം ഞാൻ വേഗം ആ ഒരു പണി എടുക്കട്ടെ കേട്ടോ. കുറച്ച് പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ ഓല് കഴിച്ചിട്ടുണ്ട്. ഞാൻ വന്നപ്പോത്തിന് അടുക്കളയത്തെ ഒരുവിധ പരിപാടികൾ കഴിഞ്ഞിന്ന് ചോറിൻ്റെ ആ പാത്രമൊക്കെ കഴുകി വെച്ചെന്ന്, അടിച്ചു വരിയുന്നത്, പിന്നെ തുണി മടക്കാലിത് അത് മടക്കി വെച്ചെന്ന്. അങ്ങനെ ഏകദേശം പണികൾ 2 ആളും കൂടി ചെയ്തെന്ന് കേട്ടോ. പിന്നെ ബാക്കിയുള്ള പണിയാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഇനിയിപ്പോൾ വലിയ പണികളൊന്നുമില്ല, ചോറിറ്റൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ പാത്രമൊക്കെ കഴുകി വെച്ച് എല്ലാതും സെറ്റപ്പാക്കിയിട്ട് വേണം കിടക്കാനായിട്ട്. എന്നാലാണ് നമുക്ക് നേരത്തെ കാലത്ത് നീച്ച് ഒരുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കൂടുതൽ ആളുണ്ടെങ്കിൽ ഇത്തിരി നേരം വൈകി നീച്ചാലും വിഷയമല്ലേന്നില്ലേ. പക്ഷെ നമ്മൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ നീക്കണം എന്നുള്ളതിൽ വേഗം വന്നിട്ട് ചോറൊക്കെ തിന്ന് പാത്രമൊക്കെ കഴുകി അരികലും പിടിക്കലൊക്കെ ഒരു ഏകദേശം കഴിഞ്ഞിരിക്കണം കേട്ടോ. ഇനി വേഗം പോയി കിടക്കാനാണ്. മൂപ്പരും തന്നെ ആ ഒരു ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ കുളിക്കാനുള്ള പുറപ്പാടിലാണ്. അങ്ങനെ മൂപ്പര് സഹായിക്കാനുണ്ട് കേട്ടോ. നമുക്ക് നല്ല ബേജാറായിരുന്നു. ആ ഒരു വേദന ഉണ്ട് എന്നും പറഞ്ഞപ്പോൾ അങ്ങനെ ശ്വാസം വിടുമ്പോഴും വേദന, അവിടെയും വേദന ഇവിടെയും വേദന, കയ്യും വേദന എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ അങ്ങനെ കൊണ്ട് മണ്ടിയതാണ് ആശുപത്രിയിൽ. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു സമാധാനം ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇത് ആശുപത്രിയിൽ കാട്ടിയിട്ടില്ലെങ്കിൽ ഒരു കരടായിട്ട് അവിടെ ഇങ്ങനെ കിടക്കുമല്ലോ. ഒരു സദ്യയൊക്കെ ഓണത്തിൻ്റെ ഒക്കെ തിരുവോണത്തിൻ്റെ അന്നൊക്കെ നമ്മളിങ്ങനെ ഒരു മൂഡ് ഓഫ് ആയി കരഞ്ഞിപ്പോൾ എന്താ പറയുക എന്നുള്ളൊരു മൂഡ് ഓഫിലാവും. അപ്പം അങ്ങനെ ഒരു സമാധാനമാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതാണ്. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എന്നറിയല്ലേ, വലിയൊരു സന്തോഷം.
അങ്ങനെ ഇതാക്കണം. ഞാൻ എൻ്റെ പണികൾ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഭയങ്കര പണിയാട്ടോ. ഏതൊക്കെ എടുക്കണ്ടേന്നറിയില്ല. എല്ലാ പണികളും ഒപ്പം ഇരുന്ന് എടുക്കാനും തോന്നുന്നുണ്ട്. അപ്പോൾ കുറേ പച്ചക്കറി കൊണ്ടുവന്ന് അത് അങ്ങോട്ടും ഇങ്ങോട്ട് ആ ഒരു കറിക്ക് ഈ ഒരു കറിക്ക് എലിശ്ശേരി പുളിശ്ശേരി പച്ചടി എന്ന് പറഞ്ഞായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കി വെക്കണ പണിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നീക്കി വെച്ചതിൻ്റെ ബാക്കി പൊട്ടും പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മൂപ്പരടിച്ചു പോയി അതാ കൊണ്ടുപോണേ. അപ്പോൾ അങ്ങനെയാണുള്ളത്. എല്ലാവരും കൂടിയും പിടിക്കാനല്ല. അപ്പോൾ ആ മല അങ്ങോട്ട് പോന്നിട്ടുള്ളൂ. അപ്പോൾ ഉറക്കം വന്നിട്ട് നല്ല ഉറക്കം വരലുണ്ടായിരുന്നു. പിന്നെ ആ വെയിലൊക്കെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലും ഒക്കെ പാടായിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അരിയൊക്കെ ഇതാക്കണ മേശമ്പ എടുത്ത് വെച്ചു. എല്ലാതും ഒരുക്കി വെച്ചിരിക്കണം കേട്ടോ. അതാക്കണേ പാത്രങ്ങളൊക്കെ കഴുകി, ചോറൊക്കെ തിന്നതിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി. പിന്നെ ഞാൻ തലേന്ന് ഇതാണ് പുളിഞ്ചി മാത്രമാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ രാവിലെ വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇതിനായിട്ട് സമയം കളയണ്ട, അത് കേടൊന്നും വരില്ലല്ലോ. അപ്പോൾ അത് ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ പിന്നെ കറിക്കായിട്ട് ഇതാക്കണം അവിയൽ നന്നാക്കി വെച്ചിട്ടുണ്ട്. അവിയലിന് ഇതാക്കണം കുറച്ച് തോന നന്നാക്കി വെച്ചിട്ടുണ്ട്. അതും കേട് വരില്ലല്ലോ. കേട് വരാത്ത സാധനങ്ങളൊക്കെ ഞാൻ കുറച്ച് തോന ഉണ്ടാക്കി വെച്ചിരിക്കണം കേട്ടോ. പിന്നെ ഇതാക്കണം നമ്മൾ മസാല കൂട്ടുകറിക്കുള്ളതാണ്. പിന്നെ ബീട്രൂട്ട് പച്ചടിക്കുള്ള നന്നാക്കിയിട്ട് കടല വെള്ളത്തിലിട്ട് വെച്ചിരിക്കണ്. ഇതിപ്പോൾ പിന്നെ പരിപ്പാണ് കേട്ടോ. രാവിലെ കുറേ നേരം കുക്കറിൽ കൂക്കിയൊക്കെ ഞാൻ ആവില്ല. അതുകൊണ്ട് തന്നെ പരിപ്പ് വെള്ളത്തിലിട്ട് കടല വെള്ളത്തിലിട്ട് ഇത് സാമ്പാറിനുള്ള കഷ്ണമാണ്. കുറച്ചും കൂടി കഷ്ണം വാങ്ങണം. അതിൽ കഷ്ണങ്ങളൊന്നുമില്ല. പിന്നെ ഇതാക്കണം ഇതും പച്ചടിക്കല്ല, ഇതെന്ത് ഓലൻക്കില്ലതേന്നു കേട്ടോ. അപ്പോൾ ഓലൻക്കില്ല മമ്പയറും അതേമാതിരി കുമ്പളങ്ങി നന്നാക്കി പച്ചമുളകും നന്നാക്കി വെച്ചു. പിന്നെ ഇതാക്കണം പയറ് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് മക്കൾ നന്നാക്കി തന്നിക്കണം കേട്ടോ. പിന്നെ ഇതാണ് ഇത് മസാലക്കറിക്കുള്ളതാണ്. ഗ്രീൻ പീസും ഉള്ളിയും കിഴങ്ങും അതും നന്നാക്കി ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സമാധാനമുണ്ട്. പിന്നെ മണ്ടി പോയിട്ടൊന്ന് തലയൊക്കെ നനച്ച് കുളിച്ച് പൊതുവേ എൻ്റെ ഒരു സൂക്കേട് വെച്ച് നോക്കുകയാണെങ്കിൽ ഓവർ ടെൻഷൻ ആകുമ്പോൾ ഭയങ്കര തലവേദന ആവും കേട്ടോ. എല്ലാവർക്കും ബി പി കുറയുക അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാകുക. പക്ഷെ എനിക്ക് വേഗം മൈഗ്രെയിൻ്റെ ഒരു വേദന വന്നിട്ട് ഞാനത് കടന്നു പോകലാണ്. അതിനാണ് ഏറ്റവും വലിയൊരു സൂക്കേടുള്ളത്. അപ്പോൾ ഇങ്ങനെ ബേജാറായി ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ടെൻഷനൊക്കെ അടിക്കുമ്പോൾ നല്ല തലവേദന വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒന്നും വെയിലും കൊണ്ടല്ല, വെയിലാണെങ്കിൽ ഭയങ്കര വെയിലുണ്ടായിരുന്നു. നല്ല ഉസാറും വെയിലുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടൊരു മണ്ടലും ഇങ്ങോട്ടൊരു മണ്ടലൊക്കെ ആയപ്പം ഏതായാലും കുഴങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ വന്നിട്ട് ആക്കി ഒഴിച്ച് എല്ലാം കറിക്കൊക്കെ നന്നാക്കി വന്നപ്പോൾ അതിനൊരു ഇതായി. പിന്നെ മണ്ടി ചെന്നിട്ട് ഒന്ന് കുളിച്ചിട്ട് തലയൊക്കെ നനച്ചൊന്ന് ഉഷാറായിട്ടൊന്ന് കുളിച്ച് കഴിഞ്ഞാൽ വേഗം ഒന്ന് കിടക്കാൻ പോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ. ഓണത്തിൻ്റെ വീഡിയോ ഞാൻ നാളെ കൊണ്ടുവരുന്നുണ്ട്. ബൈ ബൈ.